കൊച്ചിയിലാണ് PFIയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഈ PFI നിരോധിത സംഘടനയെ PFIയുടെ സ്വത്ത് നടപടികളൊക്കെ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. എന്തായാലും സർക്കാർ കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. ഇപ്പോഴത് പുരോഗമിക്കുകയാണ്. ഇന്നലെ 100ഓളം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ന് 5 മണിക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. മറ്റന്നാളിനുള്ളിൽ കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിക്കണം. എന്തായാലും ഡാനി പോൾ കൊച്ചിയിൽ നിന്നുണ്ട്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കൊച്ചിയെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട വാർത്തകൾ അത് നമുക്കൊന്ന് പരാമർശിച്ചു പോകാം. ഒന്ന്, ഈ PFI നടപടിയുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ നിന്നും അവസാനഘട്ട വിമർശനമുണ്ടായതോടെ സർക്കാർ ഒന്ന് ഊർജിതമാവുകയും ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ വലിയ സജീവമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. സംസ്ഥാന വ്യാപകമായി ഈ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ നടക്കുകയാണ്. ഇന്നും അതിന്റെ തുടർച്ചയുണ്ടാകും. വൈകിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടോ, എന്താണ് അതിന്റെ നടപടിക്രമങ്ങൾ? ഒപ്പം തന്നെ ഈ നരബലി കേസിന്റെ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പണവും ഇന്നുണ്ടാകുമെന്നറിയുന്നു. അങ്ങനെ കൊച്ചിയുടെ വാർത്താ ദിനം എങ്ങനെയാണെന്ന്? സജിത്ത്, രഞ്ജന്, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിന്ന് ഇന്നും ഇന്നലെ കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ച എന്ന പോലെ തിരക്കുകളുടെ ഒരു ദിവസം തന്നെയാണ് ഇന്നും, ഒരു സംശയവുമില്ല. അതിൽ പ്രധാനപ്പെട്ടത് സജിത്ത സൂചിപ്പിച്ചതുപോലെയുള്ള ഈ കാര്യങ്ങൾ, അതായത് PFI റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അതായത് കൂടുതൽ ഇടങ്ങളിലേക്ക് അത്തരം പരിശോധനകൾ ഇത്തരം റവന്യൂ നടപടികളുടെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്നലെ 6 കേന്ദ്രങ്ങളിലാണ് ഈ രീതിയിലേക്കുള്ളൊരു പരിശോധന, ഇത്തരം അടയാളപ്പെടുത്തലും എല്ലാം തന്നെ നടന്നത്. ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വിവരണ കണക്കുകളെല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിലാണ് സമർപ്പിക്കേണ്ടത്. ഹൈക്കോടതിക്ക് നിന്ന് നിശിതമായ വിമർശനമാണ് ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കേട്ടിരുന്നത്. ജനുവരി 15 എന്നുള്ളൊരു തീയതിയിലേക്ക് നടപടികൾ ഒന്നും നടക്കാതെ വന്നിരുന്നു. അതിനുശേഷം അഡീഷണൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി തന്നെ വന്ന് ഇതിൽ മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ നടപടികൾ വളരെ വേഗത്തിലേക്ക് ആക്കുകയും ചെയ്ത് 23-ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം. 24-നാണ് കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തത്. അതിനു മുൻപായിട്ട് തന്നെയാണ് ഈ ഇതിൻ്റെ എത്രമാത്രം ഇതിൻ്റെ നടപടികൾ എന്തായി എന്നത് സംബന്ധിച്ച പരിശോധന റിപ്പോർട്ട് നൽകേണ്ടത്. 5.20 കോടി രൂപയുടെ ഒരു നഷ്ടമായിരുന്നു അന്ന് ഈ മിന്നൽ ഹർത്താലിലൂടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നപ്പോൾ അത് റിക്കവർ ചെയ്യുക, അതിൻ്റെ നടപടികളുടെ ഒരു ഘട്ടം എത്ര എത്തി എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ന് വൈകിട്ടോടുകൂടി അത്തരം ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ഈ റിക്കവറിൻ്റെ ഒരു കണക്കെടുപ്പ് എല്ലാം തന്നെ പൂർത്തിയാകും. അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്യും.